അപ്പാ നമ്മടെ കുമ്പാളത്തെ അമ്മേ നമ്മടെ ചിരാഗത്തെ. ഈ പാട്ട് രശ്മി പാടുമ്പോൾ പലരുടെയും മുഖം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവരോടൊപ്പം സ്റ്റേജിൽ അൻവർക്ക് മുതൽ കാണികളായ നിങ്ങൾ ആ പാട്ടിനൊപ്പം നിങ്ങളും ആ പാട്ട് പിന്നാലെ പാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ചലച്ചിത്ര ഗാനം മലയാളിയുടെ ആത്മഗാനങ്ങളാണ് എന്ന് പറയാം. ഒരുപക്ഷെ അനുഭൂതി ജീവിതങ്ങളുടെ മുഖ്യധാര. ദക്ഷിണാമൂർത്തിയും കെ രാഘവ മാഷും ഇങ്ങേയറ്റത്ത് രവീന്ദ്രനും ജോൺസണും അതിൻ്റെയും നമ്മളിപ്പോൾ ബിജിപാലിനെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ചേർന്നുണ്ടാക്കിയ പാട്ടുകൾ കാലപ്രവാഹത്തെ ഒക്കെ മറികടന്ന് നിൽക്കുന്നുണ്ട്. ചലച്ചിത്ര ഗാനം ഒരുപക്ഷെ എല്ലാ തലമുറയും പല തലമുറകളുടെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ച സംഗീത സംവിധായകർ മാത്രമല്ല, അഭയദേവും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഇങ്ങേയറ്റത്ത് അൻവർക്കയും ഹരിനാരായണനും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ഒപ്പം തന്നെ രശ്മി സതീഷിനെ പോലുള്ള പാട്ടുകാരും, അങ്ങനെ ഒരു ത്രിത്വം, എഴുത്തുകാരനും മ്യൂസിക് ഡയറക്ടറും പാട്ടുകാരനും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു ത്രിത്വത്തിനകത്ത് ആരുടേതാണ് പാട്ട് എന്നതിൻ്റെ ഒരാശങ്ക, ഒരുപക്ഷെ ഈ ശീർഷകത്തിന് പിന്നിൽ ആ ആശങ്കയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാനരചനയെ എത്ര നാൾ പിന്നാമ്പുറത്ത് നിർത്തണം എന്നുള്ള ആ ശീർഷകം, ആ ചോദ്യത്തെയാണ് ഉള്ളിൽ വഹിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതിലേക്ക് ഒരു ആമുഖം എന്ന നിലയിൽ ഞാൻ വരാൻ, ഒരു 2017 ദേശാഭിമാനി വാരികയ്ക്ക് വേണ്ടി എൻ ജയചന്ദ്രനുമായിട്ട് ഞാനൊരു ദീർഘ ഇന്റർവ്യൂ നടത്തിയിരുന്നു. ആ ഇന്റർവ്യൂവിന്റെ തലക്കെട്ട് കവറിൽ വന്നത് ഗായകരുടേതല്ല പാട്ട് എന്നായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം ആരുടേതാണ് പാട്ട് എന്നാണ്. ഗായകരുടേതല്ല പാട്ട് എന്നതിന് എം ജയചന്ദ്രൻ സൂചിപ്പിക്കുന്നത്, അദ്ദേഹം പറയുന്നത്, അതായത് എൻ്റെ പാട്ട് ഒരു മ്യൂസിക് ഡയറക്ടറുടെ കൺസെപ്റ്റാണ് ഒരു പാട്ട് എന്നും ആ പാട്ടിനകത്ത് പല ഇൻസ്ട്രുമെൻറ്റ്സ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നും അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് വോയിസ് ആണ് എന്നത് മാത്രമാണ്. അല്ലാതെ ഒരു പാട്ടുകാരന് എന്തെങ്കിലും അതിനകത്ത് സംഭാവന ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ മ്യൂസിക് ഡയറക്ടർ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നമ്മൾ അടുത്ത ചോദ്യം ആരുടേതാണ് പാട്ട് എന്നതിന് ദേശീയ പുരസ്കാരം നേടിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അന്ന് എന്നോട് പങ്കുവെച്ചത് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പഴയ ധാരണ പാട്ട് മ്യൂസിക് ഡയറക്ടറുടേതാണ് എന്നാണ് പൂർണ്ണമായും. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്കകത്തെ കാത്തിരുന്നു എന്ന ഗാനം, ഒരുപക്ഷെ എല്ലാ ആളുകൾക്കും അറിയാം, മലയാളത്തിലെ ഏറ്റവും നീണ്ട പല്ലവിയുള്ള ആ കാത്തിരുന്നു എന്ന പാട്ട് എഴുതിയത് റഫീഖ് അഹമ്മദാണ്. ആ റഫീഖ് അഹമ്മദ് ആ പാട്ട് എഴുതുമ്പോൾ വളകൾ ഊർന്നു പോയി എന്ന ഒരു വരി അതിനകത്ത് നിങ്ങൾക്ക് കാണാം. ആ വളകൾ ഊർന്നു പോയി എന്നത് റഫീഖ് എഴുതിയത് കൊണ്ടാണ് ആ പാട്ട് ഇത്ര ഭംഗിയുള്ളതായി മാറിയത് എന്ന് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾക്ക് നീ വന്നു പോയി എന്ന് അവിടെ റഫീഖിന് എഴുതാമായിരുന്നു, പക്ഷേ അതിന് പകരം അങ്ങനെ എഴുതിയാലും എൻ്റെ മ്യൂസിക് അതേ മീറ്ററിൽ തന്നെ പോകും, പക്ഷേ
ആ വരി വളകൾ ഊർന്നു പോയി എന്നത് അതിനിടയിൽ വന്നതുകൊണ്ടാണ്, അതിൻ്റെ ആ സാഹിത്യ ഭംഗി കൊണ്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആ പാട്ടായിട്ട് അത് മാറിയത്. അതുകൊണ്ട് 60%, ഒരു പാട്ടിൻ്റെ 60% അതിൻ്റെ ഗാനരചയിതാവിൻ്റെതാണ് എന്ന് അദ്ദേഹം പറയുകയും 40% മ്യൂസിക് ഡയറക്ടറുടേത്, അങ്ങനെ 100%-നകത്ത് നിന്ന് പകുത്തു വെച്ചാൽ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് വേണ്ടത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അദ്ദേഹം ത്തിന് മാത്രം പറ്റാവുന്ന ഒരു അഭിപ്രായമായിരിക്കാം ഒരു പക്ഷേ എന്ന് നമുക്ക് തോന്നും മ്യൂസിക് ഡയറക്ടർമാരെ നോക്കിയാൽ. കാരണം ഇളയരാജയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ പടർന്നു പിടിച്ചത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാകും. SP ബാലസുബ്രഹ്മണ്യത്തെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ലോകത്തിൻ്റെ പല വേദികളിൽ പോയി പാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ പാട്ട് ഇനി സ്റ്റേജിൽ പാടരുത് എന്നും എൻ്റെ പാട്ട് എൻ്റേതു മാത്രമാണ് എന്ന് അദ്ദേഹം ഈ പങ്കുവെപ്പിനകത്ത് നിന്ന് ഇതൊരു സ്വതന്ത്രമായ ഒരു മാധ്യമമാണ്, എൻ്റേതു മാത്രമായ മാധ്യമമാണ് എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടത്. ഇതൊക്കെ ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത് ഈ ചർച്ച ആരംഭിക്കുന്നതിന് ഒരു വഴി എന്ന നിലയിലാണ്. തീർച്ചയായും പാട്ട് ആരുടേതാണ് എന്ന ചർച്ചയിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ നമുക്ക് ഈ ചർച്ച തുടങ്ങി വെക്കാം എന്ന് ഞാൻ കരുതുന്നു. ആദ്യം നമുക്ക് ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അൻവർ അലിയിൽ നിന്ന് ഈ ചർച്ച ആരംഭിക്കാം എന്ന് ഞാൻ കരുതുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വേറെ ആമുഖമൊന്നുമില്ല, ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാം, ആയിരിക്കും നല്ലത്. വളരെ കുറച്ച് പേരെ ഉള്ളെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണെന്ന് വിചാരിക്കുന്നു. ഈ പാട്ടെഴുത്ത് പിന്നാമ്പുറത്താണോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമാണ് ഒരു വിഷയമായിട്ട് തന്നിട്ടുണ്ട്. പിന്നാമ്പുറത്താണോ, മുന്നാമ്പുറത്താണോ, പരിയമ്പുറത്താണോ, തട്ടമ്പുറത്താണോ എന്ന് നമുക്ക് വലിയ അങ്ങനെ ഒരു തീർപ്പൊന്നും കൽപ്പിക്കേണ്ട. നമ്മൾ വളരെ നല്ല പാട്ടുകൾ, അത് സിനിമാ ഗാനം തന്നെ ആവണമെന്നില്ല, പല രീതിയിലും നല്ല ലിറിക്കുകൾ അതെഴുതുന്ന കാലത്തോ അല്ലെങ്കിൽ പിന്നീടോ അത് അവിടെ കിടക്കുകയും ആളുകൾ ആസ്വദിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ ലളിത സുഗമ സംഗീതം എന്നൊക്കെ പറയുന്നതിൻ്റെ ചരിത്രത്തിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഓരോ കാലത്തും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന പാട്ടെന്നുള്ള നിലയ്ക്ക് സിനിമയുടെ പാട്ടിന് ചില ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസിൻ്റെ അകത്ത് ചില കാലഘട്ടങ്ങളിൽ പാട്ടെഴുത്തിന് പ്രാധാന്യം കുറയുന്നുണ്ടാവും, ചില സമയത്ത് കൂടുന്നുണ്ടാവും. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇദ്ദേഹം സംസാരിച്ച ആ മുന്നോട്ട് വെച്ച വിഷയത്തിൻ്റെ അകത്ത് സംസാരിക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാനപരമായി നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക് എടുക്കുകയാണെങ്കിൽ അതിൽ ലിറിക്കിനും പിന്നെ വലിയ പ്രാധാന്യം ഇല്ല വാസ്തവത്തിൽ. അപ്പം തീർച്ചയായിട്ടും കീർത്തനങ്ങളുടെ കാര്യത്തിൽ വലിയ കീർത്തനകാരന്മാർക്ക് ഇന്നും അവരുടെ ടെക്സ്റ്റുകൾക്ക് പാട്ടുകാർക്കിടയിൽ വലിയ ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പാട്ടിൻ്റെ വിസ്താരമാണ്, ശബ്ദത്തിൻ്റെ വിസ്താരമായിട്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ ദക്ഷിണേഷ്യൻ സംഗീതമൊക്കെ വികസിച്ചിട്ടുള്ളത്. ദക്ഷിണേഷ്യൻ സംഗീതം മാത്രമല്ല വാസ്തവത്തിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. ഇപ്പോൾ പിയാനോയോളം പ്രാധാന്യം വെസ്റ്റേൺ മ്യൂസിക്കിൽ ഒരു മ്യൂസീഷ്യൻ ലിറിക്കിന് കൊടുത്തിട്ടില്ല. നമ്മുടെ ഇവിടെ വർണ്ണത്തിന്, ശബ്ദത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ യൂണിറ്റിന് കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഇപ്പം അതുപോലെ ഖയാൽ എടുക്കുക, ഹിന്ദുസ്ഥാനിയിൽ 2 വരി മതി ഖയാലിന്. 2 വരി കൊണ്ട് നിങ്ങൾക്ക് ഒരു രാത്രി മുഴുവൻ പാടാം. നമ്മുടെ വേറെ ക്ലാസിക്കൽ ഫോമായിട്ടുള്ള കൂടിയാട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ധാതു എടുത്ത്, ഒരു വാക്കിൻ്റെ ധാത്തു അർത്ഥം എടുത്തിട്ട് ഒരു രാത്രി മുഴുവൻ അഭിനയിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ വേണം കാര്യത്തിൽ. അങ്ങനെയും പറയാം, ഒരു വാക്കിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന്. തിരിച്ച് ഇതൊരു ലീനിയറായ വളരെ ലളിതമായി പറഞ്ഞു വയ്ക്കാവുന്ന വിഷയമല്ല. ഒരു വാക്കുകൊണ്ട് രാത്രി മുഴുവൻ പാടാന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ആ വാക്കിന് വേറെന്തോ ഒരു പ്രാധാന്യം ഉണ്ടെന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. എന്നാൽ അത് മ്യൂസിക് എന്ന് പറയുന്ന പുതിയൊരു ജോണറായി മാറുകയും ചെയ്യുകയാണ്. അപ്പം മ്യൂസിക്കിൻ്റെ ശുദ്ധമായൊരു ജോണർ നമ്മൾ അതിൽ ഭാഷകലരും ശബ്ദം കലരും പലതും കലരുന്ന ഒരടിസ്ഥാനപരമായ അതിഗംഭീരമായ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മനോഹരമായ സർഗാത്മകമായ ഒരു നാദാവിഷ്കാരം എന്നുള്ള നിലയ്ക്കാണ് അതിനെ കാണേണ്ടത്. മാത്രമല്ല നമ്മുടെ ആത്മീയ സങ്കല്പങ്ങളിലെല്ലാം ഒരുപക്ഷെ ദൃശ്യത്തെക്കാൾ എത്രയോ പ്രധാനമാണ് ശബ്ദം എന്ന് പറയുന്നത്. ലോകം മുഴുവനും ഈ മന്ത്രോച്ചാരണങ്ങളില്ലാത്ത
ഒരു മതവും ഒരു ആരാധനാ സമ്പ്രദായവും ഒരു മെഡിറ്റേഷൻ സമ്പ്രദായവും ഇല്ല. ഇതെല്ലാം മ്യൂസിക്കിൻ്റെ എല്ലാ ശബ്ദവും സംഗീതമാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി സംഗീതത്തിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം ഈ സിനിമാ പാട്ട് പോലത്തെ ഒരു പോപ്പുലർ മീഡിയ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത്രയും ഐഡിയലായ അത്രയും സബ്ലൈമായ ഒരു സംഗതിയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ആ വശം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പക്ഷേ അങ്ങോട്ട് വശം സംഗീതം ഗംഭീരമാവുന്നത് അങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അത് ഈ പണി ചെയ്യുന്നവരായാലും കേൾക്കുന്നവരായാലും ആ വിചാരം വേണം. തീർച്ചയായിട്ടും നമ്മളിന്ന് ജനപ്രിയ സംഗീതം എന്ന് വിളിക്കുന്ന കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിൽ കൂടുതൽ സിനിമാ പാട്ട് തന്നെയാണ്. കുറച്ച് നാടകഗാനങ്ങളും വരും. അടുത്ത കാലത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനും ചെറിയ റോള് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം വരുന്ന മ്യൂസിക്കിൽ ശരിക്കും ഈക്വലായിട്ടുള്ള പ്രാധാന്യം, തുല്യമായ പ്രാധാന്യം കോമ്പോസിഷനോളം ലിറിക്കിനുണ്ട്, ഈവൻ സിംഗറിനും ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ പോപ്പ് മ്യൂസിക് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏതിനേക്കാൾ പ്രധാനം എന്നുള്ള ചർച്ച പോലും വാസ്തവത്തിൽ അപ്രസക്തമാണ്. കാര്യം നമ്മൾ വാസ്തവത്തിൽ മനുഷ്യർ സെക്സ് പോലെയാണ് കേട്ടോ. സെക്സിൽ എപ്പോഴും നമ്മൾ ഒരുമയാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എന്ന് പറയുന്ന പോലെയാണ് ഒരു സെൻഷ്വൽ പ്ലഷർ ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ പണിയെടുക്കുന്ന എല്ലാവരും ചേർന്നുണ്ടാക്കുന്ന സെൻഷ്വൽ പ്ലഷറാണ്. പക്ഷെ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ എല്ലാവരും ഒന്നിച്ചിരിക്കാത്തത് കൊണ്ട് അവർക്ക് ഭൗതികമായിട്ട് അത് കിട്ടാത്തൊരു സാഹചര്യം പോലും ഉണ്ട്. വാസ്തവത്തിൽ പലപ്പോഴും നമുക്ക് സങ്കടം തോന്നാറുമുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും നമ്മുടെ എല്ലാവരുടെയും ഗംഭീരമായ പ്രസൻസ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഞങ്ങളുടെ പലരെയും പാട്ടുകൾ പിന്നെ രശ്മി പാടുന്നു, ഞങ്ങൾ കാണാറൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഈ പാട്ട് പുറത്തു വന്നിട്ട് ഞങ്ങളിത് ഒന്നിച്ച് കാണുമ്പോഴത്തേക്കും എല്ലാവരുടെയും വിചാരം നമ്മൾ ഒന്നിച്ചിരുന്ന് പക്ഷെ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യാറ്. എൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു പാട്ട് പാടിയിരിക്കുന്നത് സിത്താരയാണ്, മറ്റേ ചരാതുകൾ എന്നുള്ള പാട്ട്. അത് പാടുമ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ പരിചയമില്ല അക്കാലത്ത്. കണ്ണാടി വെച്ചൊരു പെൺകുട്ടി പാടുന്നതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഞാൻ റെക്കോർഡിങ്ങിനില്ലായിരുന്നു, അന്ന് കണ്ണട വെച്ചിട്ടാണ് റെക്കോർഡിങ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പാട്ട് ചെയ്തതിൻ്റെ എല്ലാ സന്തോഷവും എല്ലാ ഇൻറ്റിമസിയും നമുക്കിടയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാനും സുഷിനും അവളും കൂടെ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതിപ്പോഴും സുഷിൻ്റെ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്യാൻ. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരോട് ഒന്നിച്ചല്ല വർക്ക് ചെയ്തത്. പക്ഷേ ആ പാട്ട് ഞങ്ങളുടെ തന്നെ മനസ്സിൽ വലിയൊരു ഐക്കണായി മാറി. അപ്പോൾ ഇതുപോലൊരു അതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. വെർച്വലായി തന്നെ നമുക്കൊരു സാഹോദര്യം ഉണ്ടാകുന്നതാണ്. ആ നിലയ്ക്കാണ് ഞാനിതിന് വലിയൊരു സാഹോദര്യത്തിൻ്റെ ഭാഗമായിട്ട്, ഇൻറ്റിമസിയുടെ ഭാഗമായിട്ട്, കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ ഇക്വേഷൻസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ വരുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ഞാനൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് കർശനമായിട്ട് എൻ്റെ പേര് അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് ടൈറ്റിൽ വരണമെന്ന് ഞാൻ പറയും. അപ്പം എനിക്ക് തോന്നുന്നത് 1-2 സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയോണ്ട് ഹരിയുടെയൊക്കെ പേര് അത്യാവശ്യമൊക്കെ വരുന്നുണ്ട്. പക്ഷെ പല ചെറുപ്പക്കാർ യങ്ങറായിട്ടുള്ള പല ആളുകൾ, ഹരി വാസത്തിൽ കണ്ടായിരിക്കുന്ന നല്ല മുതിർന്ന ആളാണ് കേട്ടോ, കൊച്ചു പയ്യനൊന്നുമല്ല. അപ്പം ചെറിയ യങ്സ്റ്റേഴ്സ് ഉണ്ട്, 22-24 വയസ്സുള്ള യങ്സ്റ്റേഴ്സ് പാട്ട് എഴുതുന്നുണ്ട്. തമാശ പറയില്ല, അവർക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ല. ഞങ്ങളുടെ പേരും കൂടി ഇതിൻ്റെ അകത്ത് വേണമെന്നുള്ളത്. പാട്ട് വീഡിയോ വന്നു കഴിയുമ്പോൾ, യൂട്യൂബിൽ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും സിംഗേഴ്സിൻ്റെ പേരും വരാറില്ല. അതിൽ ആ സീനിൽ അഭിനയിച്ച സൂപ്പർ സ്റ്റാറിൻ്റെ പേര്, നമ്മൾ സൂപ്പർ സ്റ്റാറൊക്കെ ഒന്നും എതിരാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. സൂപ്പർ സ്റ്റാറിൻ്റെ പങ്ക്, സീസറിനുള്ള സീസറിന് അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ പേര് മാത്രം, നായകൻ്റെ നായികയുടെ പേര് മാത്രം. ഇതിന് ഒരു കാരണം പറയുന്നത് ഇതിന് പബ്ലിസിറ്റി കിട്ടാതാണെന്നല്ല, ശരിയായിരിക്കും. സ്റ്റാറിൻ്റെ പേര് അപ്പോൾ കിടക്കട്ടെ, അവിടെ ഉള്ള ക്യാരക്ടറിൻ്റെ ബാക്കി സ്പേഷ്യൽ നമുക്കൂടെ തരാമല്ലോ. നായകൻ്റെ നായികയുടെ പേര് കഴിച്ചിട്ടുള്ള സ്ഥലം നമുക്ക് തരാമല്ലോ, അതും പലപ്പോഴും കിട്ടാറില്ല. ഇനി നമ്മൾ വലിയ പിന്നെ വഴക്കിട്ട് കേൾക്കാവോ? പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് പലപ്പോഴും കർശനമായി പറയും. അപ്പം എൻ്റെ സിനിമയുടെ ഡയറക്ടറിൻ്റെ നല്ല സുഹൃത്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കും. യൂട്യൂബ് റിലീസ് വരുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഇത് പക്ഷേ ലാസ്റ്റ് നിമിഷം സിനിമയുടെ റിലീസിൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് ഇദ്ദേഹം ഇത് ഓർക്കണമെന്നില്ല. ഈ മ്യൂസിക് കമ്പനിയുടെ എഡിറ്റോറിയൽ ഡെസ്കിൽ ഇരിക്കുന്ന 3-4 പിള്ളേരാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളുള്ള ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ കാണുന്ന പറഞ്ഞാൽ ഷൈൻ നിഗം അയാളുടെ പേര്, മറ്റേ ആക്ട്രസ് അവളുടെ പേര്, പിന്നെ പ്രശസ്തരായിട്ടുള്ള വേറെ ആരില്ല ആ ക്രൂവിലുണ്ടെങ്കിൽ, ആ പാട്ടിൻ്റെ ക്രൂവിലുണ്ട് അവരുടെ പേരും. ഭാഗ്യത്തിന് നമ്മൾ പ്രശസ്തനാണ് ആ ചെറുക്കന് തോന്നി നമ്മുടെ പേര് വന്നെന്നിരിക്കും. അപ്പം അങ്ങനെ ആ ടേബിളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതാരും ശ്രദ്ധിക്കാറില്ല, ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല. എൻ്റെ വളരെ പ്രശസ്തമായ പാട്ടുകളുള്ള കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ 3 പാട്ടിലും എൻ്റെ പേരില്ല മെയിൻ ടൈറ്റിലിൽ. അതിനുശേഷം ആരും ഇത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഞാനിത് നോക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷമാണ്, ആ സിനിമയ്ക്ക് ശേഷമാണ് ഞാനിത് കർശനമായും എൻ്റെ സിനിമയുടെ കമ്പോസറുടെ അടുത്തും ഡയറക്ടറുടെ അടുത്തും, എനിക്ക് വളരെ പരിചയമുള്ള ആളാണെങ്കിൽ പിന്നെ ലൈൻ പ്രൊഡ്യൂസറുടെ അടുത്തും ഒക്കെ ഞാൻ പറയും, എൻ്റെ പേര് അതിൻ്റെ അടുത്ത് വേണം.
എൻ്റെ മാത്രമല്ല, പിന്നെ കമ്പോസർ, ലിറിസിസ്റ്റ്, സിംഗർ 3 പേരുടെയും പേര് അവർക്ക് കിട്ടുന്ന സ്ഥലമാണത്, അവരുടെ സ്ഥലമാണത്. അപ്പോൾ ഡയറക്ടറുടെ പേര് പോലും യൂട്യൂബിലെ പാട്ട് റിലീസിൽ വേണമെന്നില്ല, താഴത്തെ ക്രെഡിറ്റ് മതി. അയാളുടെ ക്രെഡിറ്റിൽ പിന്നെ വരാൻ പോകണം മുഴുവനും. പക്ഷെ ഇപ്പം ഈ പല യങ് ഡയറക്ടേഴ്സ് സമ്മതിക്കാറുണ്ട്. ശരിയാണല്ലോ, ഈ ലോജിക്ക് നിരന്തരം പറഞ്ഞ് ഞങ്ങളൊക്കെ പറഞ്ഞതിന്. അപ്പോൾ ഇത് ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ഇത്തരം അവഗണനയുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇത് ഒരു തൊഴിലും കൂടെ ആണല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തരം അവഗണനകൾ ചെറുപ്പക്കാർ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഞാൻ വയസ്സുകാലത്ത് വന്ന ഒരാളാണ്. വ്യക്തിപരമായിട്ട് എനിക്കിതിൽ ഞാൻ കർശനമായിട്ട് കാര്യങ്ങൾ പറയും. ഞാൻ കർശനമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളായതുകൊണ്ട് എനിക്ക് അടുത്ത പാട്ടെഴുതാൻ എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല. കാര്യം എനിക്കിത് ലോട്ട് പോലെ യാർച്ചയായിട്ട് വന്നൊരു സെറ്റപ്പാണിത്. ഇതൊരു ദിവസം രാവിലെ നിന്നാൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു ലിറിസിസ്റ്റ് ആണായാലും പെണ്ണായാലും യങ്ങായിട്ടുള്ള ഒരു സിംഗർ, അവർക്കൊന്നും അങ്ങനെയല്ല. അവർക്ക് അവരുടെ കരിയർ ഈ വലിയ ഇൻഡസ്ട്രിക്കകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വലിയ ആകാംക്ഷയോടുകൂടി വലിയ ആഗ്രഹത്തോടെ വരുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാനൊരു മധ്യവയസ്കൻ എന്നുള്ള നിലയ്ക്ക് യങ് ലിറിസിസ്റ്റുകൾക്ക് വേണ്ടിയും സംഗീതത്തിൻ്റെ സംഗീത സംഘത്തിലുള്ള മ്യൂസിക് ക്രൂവിലുള്ള എല്ലാവർക്കും വേണ്ടി, അവഗണന നേരിടുന്ന എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള ഒരു ഫൈറ്റ് ഉണ്ടെങ്കിൽ ആ ഫൈറ്റിന് മുമ്പിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. പിന്നാമ്പുറത്തല്ല, മുന്നാമ്പുറത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് അൻവർക്കതിൻ്റെ ഒരു തുല്യമായ വരിയായി നിൽക്കുന്ന ഒരിടത്തെക്കുറിച്ച് തുടങ്ങി അവസാനം അതിനകത്ത് നിന്നൊരു പോപ്പുലർ കൾച്ചറിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തുമ്പോൾ എഴുത്തുകാരൻ പുറത്തായി പോയതിൻ്റെ കാര്യവും കൂടി പങ്കുവെച്ചു. വ്യക്തിപരമായ അനുഭവങ്ങളും കൂടി, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ചേർത്ത് വെച്ച് ഹരി സംസാരിക്കും. നമസ്കാരം എല്ലാവർക്കും. നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോൾ മുഖവരുടെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇവിടെ ജോബിഷ ആദ്യം പറഞ്ഞൊരു ചോദ്യം ഞാനും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം ദേശാഭിമാനിയിൽ അദ്ദേഹം M. ജയചന്ദ്രനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, പാട്ട് ആരുടെയാണ് എന്നുള്ളൊരു ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ നാട്ടിൽ സംഭവിച്ച വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത് ഈ പാട്ടാരുടെ എന്നുള്ള ചോദ്യമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു അതിന്. അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ വലിയൊരു മ്യൂസിക് ലിസണറാണ്. കേൾക്കുന്നത് പഴയ പാട്ടുകളാണ്. അപ്പം നമ്മളൊക്കെ പാട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നു, നീയൊക്കെ എന്ത് പാട്ടാണ് എഴുതണത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് സ്വാതന്ത്ര്യമുള്ള ആളാണ്. ഇതിങ്ങനെയാണോ പാട്ട് എഴുതുക എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഭാസ്കരൻ മാഷ്ട പാട്ടുകളുടെ ഹാർഡ് കോർ ഫാനാണ്. അതിൽ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ലൈല മജ്നുവിലെ താരമേ താരമേ നിന്നുടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ എന്ന പാട്ടാണ്. അപ്പം ഇത് പുള്ളി രസമായിട്ട് പാടും. അപ്പം ഈ പുള്ളി ഒരവസാന കാലത്ത്, ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവസാന കാലത്ത് പുള്ളിക്ക് എപ്പോഴും രോഗശയ്യയിലൊക്കെ ആയപ്പോൾ പുള്ളിക്ക് എപ്പോഴും ഈ പാട്ട് വെച്ചു കൊടുക്കണം, താരമേ താരമേ എന്ന് പറയുന്ന പാട്ട് വെച്ചു കൊടുക്കണം, അതാണ് പറയുന്നത്. അപ്പോൾ ഈ പാട്ട് നമ്മൾ അവിടെ എപ്പോൾ ചെന്നാലും ചില അമ്പലങ്ങളിൽ നിന്നൊക്കെ ഒരേ പാട്ട് തന്നെ കേൾക്കുന്നത് പോലെ ഈ താരമേ താരമേ എന്ന് പറയുന്ന പാട്ട് ആ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ പൂർണ്ണമായിട്ട് പോയി. അപ്പം ഇദ്ദേഹത്തിന് കേൾക്കുന്നൊന്നുമില്ല, ആ പാട്ടും അവിടെ ഇല്ല, ആരും പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ പുള്ളി താരമേ താരമേ എന്ന് പറയുന്നത് ഒരു റേഡിയോയിൽ കേൾക്കുന്നത് പോലെ താളം പിടിച്ചുകൊണ്ടിരുന്നു. ഒരു പക്ഷേ ആ പാട്ട് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ടാവാം, ബാബുക്കയുടെ സംഗീതം ഉണ്ടാവാം, പക്ഷേ എനിക്ക് ഉദയഭാനു സാർ പാടിയിട്ടുണ്ടാവാം. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ആ പാട്ട് ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ജീവിച്ച കാലം മുഴുവൻ മരിക്കുന്നതിൻ്റെ അവസാന നിമിഷം വരെ, ഓർമ്മ നഷ്ടപ്പെട്ട ആ നിമിഷം വരെ അദ്ദേഹം കൊണ്ടുപോയത് ആ പാട്ടാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ അവകാശികളിൽ പാട്ട് കേൾക്കുന്നവനും ഉണ്ട്, എഴുതുന്നവനും ഉണ്ട്, അൻവർക്ക പറഞ്ഞ പോലെ പാടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരുണ്ട്, സംഗീതം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ശബ്ദം വൃത്തിയായിട്ട് കേൾപ്പിക്കുന്ന മിക്സ്
മിക്സിംഗ് എൻജിനീയേഴ്സ് വരെ അതിൻ്റെ ഉള്ളിലുണ്ട് ആ പാട്ട് കേൾപ്പിക്കുന്നതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും കൂടി ചേർന്ന് ഇതിലൊരാൾ അധികമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിന് ആ ചേർപ്പില്ല എന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ പാട്ടുണ്ടാവുന്നത്. അതിനപ്പുറത്ത് അത് ജനങ്ങൾ കേട്ട് അവരുടെ ഹൃദയത്തിലോ, നേരത്തെ പറഞ്ഞ ഐക്ക മരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഉണ്ടാവുന്ന പോലെ അവരടക്കം ചേർന്നതാണ് ഒരു പാട്ടിൻ്റെ ഉടമസ്ഥർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ. ഇനി പാട്ടെഴുത്തുകാർ പിന്നാമ്പുറത്താണോ ഉമ്മറത്താണോ എന്ന് ആണ് ഇതിൻ്റെ ചോദ്യം തോന്നുന്നു. അങ്ങനെ ആരും പിന്നാമ്പുറത്തും ഉമ്മറത്തും ഒന്നും ഇല്ലയെന്നുണ്ട്. പിന്നെ ഈ പാട്ടെഴുത്തുകാരിപ്പം ഒരു കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പാട്ടെഴുത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നു, ഇങ്ങനെ സാഹിത്യത്തിൻ്റെ ഒരു ലിറ്ററേച്ചറിൻ്റെ ഒരു വേദിയിൽ. ഇങ്ങനെ ലിറ്ററേച്ചറിൻ്റെ ഒരു വേദിയിൽ പാട്ടെഴുത്തിനെ പറ്റിയിട്ടൊരു സെഷൻ ഉണ്ടായിട്ട് എത്ര കാലമായിട്ടുണ്ടാവും എന്നുള്ളത് സാഹിത്യത്തിൽ പലപ്പോഴും അൻവർക്കയ്ക്ക് അറിയാമായിരിക്കും. കാരണം ഈ പാട്ട് മറ്റേ ONV സാറിൻ്റെ പാട്ട് വിമാനത്തിൽ നിന്ന് എഴുതിയ അൻവർ അലിയാണ് ഇപ്പോൾ പാട്ട് എഴുതുന്നത്. അപ്പോൾ ഒരു കാലത്ത് പാട്ടെഴുത്ത് ശരിക്കും ഇപ്പോഴത്തേക്കാൾ പഴയ ഒരു കാലത്ത് പാട്ടെഴുത്ത് ശരിക്ക് പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പാട്ടുകളെ ആളുകൾ സ്വീകരിച്ചിരുന്നെങ്കിലും പാട്ടെഴുത്ത് പിന്നാമ്പുറത്തായിരുന്നു എന്നുകൊണ്ട് അത് ഈ കാലത്തല്ല, കുറെ കൂടി മുമ്പേ ഉള്ള ഒരു കാലത്ത്. അപ്പം ആ കാലത്ത് എനിക്ക് തോന്നുന്നു വൈലോപ്പിള്ളി ഒരു കവിത എഴുതിയിട്ടുണ്ട്, ഭാസ്കരൻ മാഷയും വയലാറിനെയും ചേർത്തുകൊണ്ട് ഗന്ധർവ ബാലന്മാർ എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വയലാറിൻ്റെ തേൻകിണ്ണം പൂങ്കിണ്ണം എന്ന് പറയുന്ന, വയലാർ മരിച്ച ശേഷമാണ് ആ കവിത വരുന്നത്. തേൻകിണ്ണം പൂങ്കിണ്ണം എന്ന് പറയുന്ന കവിത പാട്ട് ട്രെയിനിൽ ഒരു പാട്ടുകാരൻ നിന്ന് പാടുകയാണ്. അപ്പം അത് വൈലോപ്പിള്ളി കേൾക്കുകയാണ്. അത് കഴിഞ്ഞ് വൈലോപ്പിള്ളിയുടെ ഒരു ആത്മകഥം കവിതയിൽ പറയണത്, ഞാൻ കേട്ടതൊരു കവിതയായിരുന്നില്ല, അതൊരു പാട്ടായിരുന്നു, അതൊരാൾ പാടി. നാളേക്ക് അയാൾക്ക് ചിലപ്പോൾ അത് ഗുണം ചെയ്യുമായിരിക്കാം. ഇനി നാളേക്ക് ഗുണം ചെയ്തില്ലെങ്കിലും അയാൾക്ക് ഇന്നേക്ക് ഒരു നാണയത്തൊട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇന്നേക്ക് അയാളുടെ ജീവിതം കഴിയാൻ വേണ്ടിയിട്ട് ഈ പാട്ട് കൊണ്ട് സഹായിച്ചു എന്ന് വൈലോപ്പിള്ളി പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടും പലരും പറഞ്ഞിട്ടുണ്ട്, പലരും പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് പാട്ടെഴുത്തിനെ ഒരു സാഹിത്യശാഖയായിട്ടൊന്നും പരിഗണിച്ചിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹിത്യോത്സവങ്ങളിൽ വേദി കിട്ടുന്നത്, ഇവിടെയും അത് കിട്ടുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ അൻവർക്ക് പറഞ്ഞ പോലെ ഈ പാട്ടെഴുത്തിൻ്റെ ഞങ്ങളുടെ പാട്ടെഴുത്തുകാരുടെ ഒരു വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. ഈ യൂട്യൂബ് ടൈറ്റിലുകളിൽ, അതാരും ബോധപൂർവം ചെയ്യുന്നതാണോ എന്നറിയില്ല, യൂട്യൂബ് ടൈറ്റിലുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പം അടുത്ത ദിവസം തന്നെ ഞാനൊരു പാട്ട് എഴുതിയപ്പോൾ നമ്മളിത് ചിലപ്പോൾ നിഷ്കർഷിച്ച് പറയാൻ വിട്ട് റിലീസ് ചെയ്യുന്നത് ഇന്നാണെന്നാണ് അറിയുന്നത്. അപ്പോൾ യൂട്യൂബ് ടൈറ്റിലുകളിൽ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാട്ട് എഴുത്തുകാരൻ്റെ പേരുണ്ടാവില്ല, താഴെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുന്നത്. അതില്ലാത്ത ഇപ്പം ഞങ്ങൾ രചന നമുക്ക് പാട്ടെഴുത്തുകാർക്ക് ഇപ്പോൾ ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുവിധം എല്ലാ പാട്ടെഴുത്തുകാരും പുതിയവരും പഴയവരുമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂട്യൂബിൽ ക്രെഡിറ്റ് ഇല്ലാത്ത പാട്ടുകൾ തന്നെ, ലിറിസിസ്റ്റിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാത്ത പാട്ടുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആളുകൾ പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊക്കെ പുതിയ കുട്ടികൾക്കൊക്കെ അറിയാം, 100 അക്ഷരങ്ങൾക്കപ്പുറത്ത് യൂട്യൂബ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ല. ഈ 100 അക്ഷരങ്ങൾക്കുള്ളിൽ സിനിമയുടെ പേര്, പാട്ടിൻ്റെ പേര്, അതിൽ അഭിനയിക്കുന്ന നടൻ്റെ, നടിയുടെ, സംഗീത സംവിധായകൻ്റെ, ഒരുപക്ഷെ ഗായികയോ ഗായകൻ്റെയോ പേരുണ്ടാവും. അവസാനമായിരിക്കും പാട്ടെഴുത്തുകാരൻ്റെ പേര് കൊടുക്കുന്നത്. അത് ഉണ്ടാവില്ല, കാരണം അപ്പോഴേക്ക് 100 അക്ഷരം കഴിയും. ഒരു പാട്ടിൽ അക്ഷരങ്ങൾ കൊണ്ട് പണിയെടുക്കുന്നവൻ ഫലത്തിൽ 100 അക്ഷരത്തിൻ്റെ പുറത്താവുകയാണ് ചെയ്യുന്നത്. അതാണ് അതിലെ തമാശ. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ പാട്ടിൽ യൂട്യൂബ് ടൈറ്റിലിൽ നിങ്ങളുടെ പാട്ട് വന്നതുകൊണ്ട് വല്ല കാര്യമുണ്ട്? എന്തിനാണത്? അവിടെ എവിടെയെങ്കിലും ഉണ്ടായ പോലെ ടൈറ്റിലിൽ എന്തിനാണ്? പക്ഷെ അനുഭവമുണ്ട്. ഒരാൾ ഒരു ദിവസം ഒരു പയ്യൻ വന്നിട്ട് എന്നോട് ഭയങ്കരമായിട്ട് തർക്കിച്ചു. എനിക്ക് നാണം കെട്ടുപോയി. കാരണം ഒരു സുഹൃത്ത് എന്നെ പരിചയപ്പെടുത്തി. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മ്യൂസീഷ്യനായിട്ടുള്ള ഒരു സുഹൃത്ത്, ഇതറിയില്ലേ മറ്റേ ഹരിനാരായണ, അപ്പം ഇതാരാ എന്ന് ചോദിച്ചു ഈ സുഹൃത്ത്. അപ്പോൾ അവൻ അവിടുന്ന്
റിതം പാഡ് വായിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ റിതം പാഡ് വായിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റിതം പാഡ് വായിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവൻ ആലോചിച്ചു, എനിക്ക് ഓർമ്മയുണ്ട് ആരാ. അപ്പം ഈ ഒരു മ്യൂസീഷ്യനാണ് ഇരിക്കുന്നത്, പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ പ്രകാശ് എൻ്റെ ഡ്രൈവർ എനിക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പം പിന്നെ ഇയാളിത് ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ അലിഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം പറഞ്ഞു, മോനെ ഇനി കൂടുതൽ ഇൻ്റർപ്രിട്ടേഷൻ നടത്തണ്ട, എൻ്റെ പേര് ഹരിനാരായണൻ എന്നാണ്, കുറച്ച് പാട്ടുകളൊക്കെ എഴുതുന്നുണ്ട് എന്നുള്ളൂ. അപ്പം ആരോ പറഞ്ഞു ലൈലാഗമേ പാട്ട് ഇയാളാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അയാൾ എന്നെ വിളിച്ചിട്ട് ലൈലാഗമേ നിങ്ങളല്ലല്ലോ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനല്ലേ എന്ന് ചോദിച്ചു. അല്ല നിങ്ങളല്ല എന്ന് പറഞ്ഞു. പിന്നെ ആരാന്ന് ചോദിച്ചു. അത് ഞാൻ തന്നെയാണ് എഴുതുന്നത്. അല്ല നിങ്ങളല്ല, ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളല്ല വേറൊരു പേരാ. അപ്പം ഏത് പേരാന്ന് വെച്ചു. പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല, വേറൊരാളാണ്, നിങ്ങളല്ല എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ പാട്ടുകളിൽ നിന്ന് പാട്ടെഴുത്തുകാരൻ പുറത്താവുന്നതിന് ഒരു കാരണം നമ്മൾ ഈ പറയുന്ന ടൈറ്റിൽ ക്രെഡിറ്റ് വരാത്തതാണ്. അത് ഒരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, മാറുമായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണം നമ്മൾ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. നമ്മൾ ആകാശവാണിയിലൊക്കെ പഴയ കാലത്ത് നമ്മളൊരു പാട്ട് കേൾക്കുന്നത് വയലാറിൻ്റെ രചനയിൽ ദേവരാജ മാസ്റ്റർ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഉള്ളിൽ പതിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് FM-കളിൽ എവിടെയാണ് ക്രെഡിറ്റ്? അത് ഞാൻ പറയുന്നത് പാട്ടെഴുത്തുകാരൻ്റെ മാത്രമല്ല, ആരുടെയും ക്രെഡിറ്റ് ഇവർ പറയുന്നില്ല. ഒരു പാട്ടിൻ്റെ ക്രെഡിറ്റ് പറയാൻ വേണ്ടത് 10 സെക്കൻഡാണ്. ഇത് പ്രവർത്തിച്ച ആളുകൾ ആരാണെങ്കിലും പറയാൻ വേണ്ടിയിട്ട് 10 സെക്കൻഡാണ്. ഒരു മണിക്കൂറിൽ ഇവർ കൊടുക്കുന്നത് 5 പാട്ടായിരിക്കും. 5 പാട്ടിന് എന്ന് പറയുന്നത് 3-3.5 മിനിറ്റ് ആണെങ്കിൽ 15-18 മിനിറ്റ് കഴിഞ്ഞ് ബാക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത്, പരസ്യം കൂടാതെ. ഇതിൽ ഓരോ പാട്ടിനും 5 സെക്കൻഡ് വെച്ച് വരുമ്പോൾ 1 മിനിറ്റോ 1.5 മിനിറ്റോ മാത്രമാണ് ഈ 3 പേരുടെയും ഗായകനോർ ഗായിക അല്ലെങ്കിൽ സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ഇവരുടെ പേര് പറയാൻ വേണ്ടിയിട്ട് 1.5 മിനിറ്റാണ് ഒരു മണിക്കൂറിൽ ഒരു റേഡിയോ സ്റ്റേഷൻ ചെലവഴിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പം FM-കളിൽ അതുപോലും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരുന്നു, പാട്ടെഴുത്തുകാരൻ ഇപ്പോഴും അങ്ങനെ പിന്നാമ്പുറത്ത് ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങളൊക്കെ ഉമ്മറത്ത് തന്നെയാണെന്ന് പറയാനാണ് ഞങ്ങൾക്കിഷ്ടം. പി ഭാസ്കരൻ മാഷിൽ നിന്ന് തുടങ്ങി പല വഴികളിലൂടെ നമുക്ക് വലിയ ആഹ്ലാദം നൽകിയ ഒരുപക്ഷെ ഈ ചർച്ചയൊക്കെ ഉണ്ടാക്കുന്ന ഫലം ആ ക്രെഡിറ്റിലേക്കൊക്കെ എത്തും. അക്ഷരത്തിൽ നിന്ന് തുടങ്ങി അവസാന അക്ഷരം എഴുതി ചേർക്കുമ്പോൾ പുറത്തായി പോകുന്ന ഒരിടത്തേക്ക് പാട്ടുകാരനെ ചെന്ന് നിർത്തുന്ന ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ശീലങ്ങൾ മാറാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇത്തരം ചർച്ചകൾ എത്തിപ്പെടട്ടെ എന്നുകൂടി ആഗ്രഹിക്കുന്നു. നമുക്ക് രശ്മിയെ രശ്മി സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും പിന്നീട് മലയാള സിനിമയുടെ ഭാഗമൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപക്ഷെ കേരളം മുഴുവൻ രശ്മിയെ അറിയുന്നത് ഒരു പാട്ടിലൂടെയാണ്. ആ പാട്ട് വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ഒരു പാട്ടാണെങ്കിൽ അത് രശ്മി പാടിയതിന് ശേഷമാണ് ഒരുപക്ഷെ ഇന്ന് നമ്മളുടെ കേൾവിയിൽ അത് രശ്മി ആ പാടുന്ന ആ രൂപവും ശബ്ദവും ഒക്കെ ഓർത്തുകൊണ്ടല്ലാതെ നമുക്ക് ആ പാട്ടിലേക്ക് ഒരു മലയാളിക്കും എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഈ 2 ഗാനരചയിതാക്കൾ സംസാരിച്ചതിന് ശേഷം ഒരു പാട്ടുകാരിയുടെ പെർസ്പെക്റ്റീവിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് അറിയാം. ഈ പറഞ്ഞ പോലെ ആദ്യം ജോബിഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ട്രയാങ്കിളിൽ മാത്രമല്ല, ഹരിയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ അധ്വാനം ഒരു പാട്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇതിനകത്ത് ഇന്ന ആൾക്കാർ പ്രാധാന്യം, ഇന്ന ആൾക്കാർ അങ്ങനെയൊന്നും അല്ല. കാരണം പല മനുഷ്യരും പല തരത്തിലാണ് പാട്ട് ആസ്വദിക്കുന്നത്. നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഡിസ്കഷൻ വരുമ്പോൾ ചിലർ പറയും ഞാൻ ലിറിക്സ് നോക്കാറേ ഇല്ല, എനിക്ക് മ്യൂസിക്കിലാണ് ഞാൻ അതിനെ കണക്ട് ചെയ്യുന്നത്. ചിലർ പറയും എനിക്കങ്ങനെ മ്യൂസിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, ലിറിക്സ് ആണ് നോക്കുന്നത്.
ചിലർ പറയും ശബ്ദമാണ് നോക്കുന്നത്. അപ്പം ഈ പലതരത്തിലാണ് അതിൻ്റെ ആസ്വാദനം കിടക്കുന്നത്. അപ്പം ഇതിനൊക്കെ തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ പാടുന്ന പാട്ടുകളായാലും ചിലപ്പോൾ ചില ഈ ഇപ്പോൾ ജോബിഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇനി വരുന്ന തലമുറയ്ക്ക് എന്ന് പറഞ്ഞ പാട്ടാണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചക്കാട് ബാലേന്ദ്ര മാസ്റ്റർ ഒരു 25 കൊല്ലം മുന്നേ ശൂരനാട് നടന്ന ഒരു പ്രാദേശിക ശില്പശാലയിൽ എഴുതിയ ഒരു പാട്ടാണത്. കുറേ കവികളുടെ ഒരു കവിയരങ്ങിൽ അവിടുത്തെ ഒരു സാമൂഹ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രചിച്ച ഒരു കവിതകളിൽ ഒരെണ്ണമാണ്. പക്ഷെ ഞാനത് കേൾക്കുന്നത് കനവിൽ, ഞാൻ MSW വയനാട്ടിൽ പഠിക്കുമ്പോൾ കനവിൽ സ്കൂളിൽ പോകുമ്പം ആദ്യമായിട്ട് കനവിലത്തെ ചാത്തി എന്ന് പറഞ്ഞൊരു ആദിവാസി ബാലൻ ഞങ്ങളുടെ കാട് കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു മൈതാനത്ത് നിന്ന് പാടിത്തന്ന പാട്ടായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു പാട്ട് ഞാൻ കേൾക്കുമ്പോൾ അതിൻ്റെ വരികൾ, അത് പാടിത്തന്ന സാഹചര്യം, അത് പാടിത്തന്ന ശബ്ദം, ഒരുപാട് കാര്യങ്ങളുകൊണ്ട് ഞാൻ അതിന് ആദ്യമേ ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷെ അന്നത് ആരെഴുതിയതെന്ന് യാതൊരു അറിവുമില്ല. കാരണം ഞാൻ കേൾക്കുന്ന വയനാട്ടിൽ നിന്നാണ്, ഇങ്ങനൊരു സ്കൂളിൽ നിന്നാണ്. പാടിയ ചാത്തിക്കും അറിയില്ല അത് ആരുടെയാണെന്നൊന്നും അറിഞ്ഞില്ല. അവർ ബേബി മാമനും ഷെർലി ടീച്ചറും വഴിയൊക്കെ പഠിച്ച് പാട്ടാണ് എന്ന് മാത്രമേ പറഞ്ഞുതരാൻ അറിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറേ അന്വേഷിച്ച് പഠനത്തിൻ്റെ ഭാഗമായിട്ട് പ്ലാച്ചിമട അന്ന് കൊക്കക്കോള ഫാക്ടറി സമരമൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ 1000 ദിവസം മേധ പട്കറൊക്കെ വരുന്നൊരു ദിവസം ഞാനും ഒക്കെ ഈ MSWൻ്റെ ഭാഗമായിട്ട് ഇത്തരം കുറേ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആ സമയത്ത്. അപ്പം അവിടെ പോകുമ്പം വലിയ മനുഷ്യച്ചങ്ങല നടക്കുന്ന, എത്രയോ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മനുഷ്യച്ചങ്ങല നടക്കുന്ന സമയത്തേക്ക് ഒരു പാട്ട് പാടി ഇതിനെ ഒരു കോർഡിനേഷനിൽ എത്തണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പാട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പഠിച്ചതാണ്. അങ്ങനെ ആ പാട്ട് അവിടെ പാടുന്നു. പക്ഷെ ഈ പാട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഭാഗമായിട്ട് മാറുക. ഞാൻ പോകുന്ന ഓരോ സിറ്റുവേഷനിലും അതെപ്പോഴും എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു. അത് ഈ പറഞ്ഞ അത് എഴുതിയ കാലത്തും എത്രയോ കാലം കഴിഞ്ഞും ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ഭയങ്കര കറക്റ്റാണ് ഓരോ സാഹചര്യങ്ങൾക്കൊക്കെ. അതെൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. അത് ഞാൻ MSW കഴിഞ്ഞിട്ട് ഞാനൊരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്, 12th hour സോങ് എന്നാണ്. ഈ പാട്ട് വെച്ചിട്ട് അന്ന് വലിയ ഇതായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. നമുക്ക് കിട്ടുന്ന വാർത്താശകലങ്ങളും പേപ്പർ കട്ടിങ്സും ചില സോഷ്യൽ ഇഷ്യൂസിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് ഒക്കെ വെച്ചിട്ട് അന്ന് ഈ പാട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ ലിറിക്കൽ ക്രെഡിറ്റ് കൊടുക്കാൻ എനിക്ക് ആരെന്നറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പറയുന്നത്, ഹെൽത്ത് സർവീസിൽ ഉണ്ടായിരുന്ന പണ്ട് ജോലി ചെയ്തിരുന്ന ഇഞ്ചക്കാട് ബാലേന്ദ്രൻ സാറാണ് ഇത് എഴുതിയത്. ഞാൻ ഹെൽത്ത് സർവീസിന്റെ ഡയറക്ടറേറ്റിൽ പോയി ഇത് അന്വേഷിച്ചിട്ട് ഈ പുള്ളിയെ കാണാൻ. അപ്പൊ പുള്ളി അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയിട്ട് പോയിട്ടുണ്ട്, എന്തോ ഒരു ഇതിൽ ലീവ് എടുത്തിട്ട്. അപ്പൊ ഈ വരികൾ അന്വേഷിച്ച് പോയ കഥ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹുക്ക് ചെയ്തത് അതിലെ വരികളാണ്. പക്ഷെ ചില പാട്ടുകളിൽ എന്നെ ഹുക്ക് ചെയ്തത് വേറെ ചിലപ്പോൾ ചില ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കാം, ചില രാഗങ്ങളായിരിക്കാം, ചില ശബ്ദങ്ങളായിരിക്കാം. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കോറിലേറ്റഡ് ആണ്. ഒരു പാട്ടിൽ വരികൾ മാത്രമാണ് എന്നെ സ്വാധീനിച്ചതെന്നും അല്ലെങ്കിൽ മ്യൂസിക് മാത്രമാണ് എന്നെ സ്വാധീനിച്ചതെന്ന് പറയാൻ ഞാൻ ഒരു കാലത്തും ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് കിടക്കുന്ന ഇതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ ക്രെഡിറ്റ്സിന്റെ കാര്യം ഇവരെല്ലാവരും പറഞ്ഞു, ഞാനൊക്കെ ലിറ്ററലി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അറിയുന്ന സംവിധായകരും നമുക്കറിയുന്ന ഒരുപാട് സിനിമയിൽ ഉള്ള സംവിധായകരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യന്മാരുണ്ട്. ഞാൻ ചെന്നിട്ടിപ്പം ഞാൻ പാടാത്ത പാട്ടാണെങ്കിലും ഇവിടെ ഇപ്പൊ പലയിടത്തും ഞാൻ ചോദിക്കാറുണ്ട് എന്താ അവരെ പേരില്ലാത്തതെന്ന്. അപ്പൊ എൻ്റെ പാട്ടൊന്നും ആയിരിക്കണമെന്നില്ല, എൻ്റെ പേരും ആയിരിക്കണം എന്നില്ല. ഞാൻ പേഴ്സണലി ഞാൻ പഠിച്ചത് ശബ്ദമാണ്. അപ്പോൾ ആദ്യം ഈ സിനിമാ പോസ്റ്ററുകളിൽ ക്യാമറാമാനും ഡയറക്ടറും അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പേരുണ്ടാവുള്ളൂ. ഈ ശബ്ദം ചെയ്യുന്നവരുടെ പേര് വരത്തേയില്ല, ഒരുപാട് നാൾ വരത്തില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന നിങ്ങളെല്ലാവരും അറിയുന്ന ചില ആൾക്കാരുടെ അടുത്ത് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അറിയുന്ന, ഞാൻ പഠിച്ചതും അതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എനിക്കറിയാം. അവർ ചെയ്യുന്ന അവരുടെ പേര് മാത്രമല്ല, ബാക്കി എല്ലാ ടെക്നീഷ്യൻസും കോസ്റ്റ്യൂംസ് എല്ലാ സാധനങ്ങളും വരും, മേക്കപ്പ് എല്ലാം ഉൾപ്പെടെ വരും. പക്ഷെ ശബ്ദത്തിൻ്റെ ഒരു വഴിയും കാണൂല. അന്നേരം ഞാൻ ഇവർക്കൊക്കെ ചെന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പ്രൈവറ്റായിട്ട് ഇൻബോക്സിൽ, എന്താ ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കാത്തതെന്ന്. അത് ഈ പറയുന്ന പോലെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ധാരണ കൊണ്ട് മാത്രമൊന്നും അല്ല. ഓരോ തരത്തിലുള്ളൊരു മാർക്കറ്റിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് വന്ന ഒരു ശൈലിയാണ് അവർ ഫോളോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ
ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളിലോ അല്ലെങ്കിൽ ഒരു 6 മാസം 1 വർഷമായിട്ട് ഇറങ്ങിയ സിനിമകളിൽ ഈ പറഞ്ഞ പറച്ചിലുകൾക്ക് ഇവിടെ ഇരുന്നിപ്പം അൻവർക്ക പറഞ്ഞ പോലെ, ഹരിയേട്ടൻ പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് എല്ലാവരുടെയും പേരുകൾ വരുത്താൻ ശ്രമിക്കാറുണ്ട്. അറിയാത്തവരടുത്ത് നിർബന്ധമായിട്ടും പറയാറുള്ള ഒരാളും കൂടെയാണ് ഞാൻ. അത് ശരിക്കും പറഞ്ഞാൽ ഗായകരുടെ ക്രെഡിറ്റിന് വേണ്ടി മാത്രമല്ല കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ലോഞ്ച് എന്നോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് റിലീസ് എന്നോ എന്ന് പറയുന്ന ആകെ നമുക്ക് കിട്ടുന്ന ഒരു മുന്നാമ്പുറമാണ്, അല്ലെങ്കിൽ ഈ പാട്ടിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ മ്യൂസിക് ലോഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ യൂട്യൂബ് റിലീസ് ആയിരിക്കാം. അതിനുശേഷം ഈ പാട്ടുകളുടെ ആൾക്കാർ ക്രെഡിറ്റിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഒരു തരത്തിലുള്ള ഫിസിക്കൽ ഫങ്ഷനും ഒന്നും നടക്കുന്നില്ല. അപ്പം ആ ഒരൊറ്റ സാധനത്തിനെങ്കിലും അവർക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു അംഗീകാരം കിട്ടണം. അത് ഏത് മനുഷ്യനല്ല, ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആളായാലും ഹരിയേട്ടൻ പറഞ്ഞാലും മിക്സ് ചെയ്യുന്ന ആളായാലും എല്ലാവരും വളരെ കൃത്യമായിട്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ കാലം മുമ്പ് തന്നെ അങ്ങനത്തെ മ്യൂസീഷ്യൻസിനൊക്കെ ക്രെഡിറ്റ് കൊടുത്തത് AR റഹ്മാനൊക്കെ വന്നേ പിന്നെയാണ്. പുള്ളിയുടെയൊക്കെ CD-യിലൊക്കെ കാണാം, അതിൽ വായിച്ച ഓരോ ഇൻസ്ട്രുമെന്റ് വായിച്ചവരുടെ പേരും ലിറിക് റൈറ്റേഴ്സിന്റെ പേരും കോറസ് പാടിയവരുടെ പേരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പാറ്റേൺ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ 100 എന്ന് പറഞ്ഞതിലൊക്കെ സുഖമായിട്ട് വേണമെങ്കിൽ ഇതിന് വെയിറ്റേജ് കൊടുത്ത് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതേ ഉള്ളൂ. അത് മാറി വരുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഒരു നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഇവർ എഴുതി വിടുന്ന വരികൾ നമ്മൾ പാടാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് വരികളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളാണ് പേഴ്സണലി. ചില ഗായകർ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ എനിക്ക് ട്യൂണിനെക്കാളും കൂടുതൽ വരികൾ ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. എനിക്ക് ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാൻ ലിറിക്കൽ മീനിങ് പഠിച്ചിട്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാറുള്ളതായിരുന്നു. കാരണം അല്ലെങ്കിൽ എന്തോ ഒരു സോള് നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ അൻവർക്ക് തന്നെ എഴുതിയ കുറേ പാട്ടുകളിലുള്ള വാക്കുകൾ ആദ്യമൊന്നും എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ ഞാൻ എഴുതി ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്താ വാക്കിന്റെ അർത്ഥം. ഒരുപാട് പുതിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെറുതെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ലിറ്ററേച്ചറിൽ വലിയ പിടുത്തില്ല എന്ന് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞ അൻവർക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാ, കാരണം നമ്മൾ അന്ന് പഠിച്ച രീതികളിൽ നിന്ന് കുറേ വാക്കുകളൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. എല്ലാം സിംപ്ലിഫൈ ചെയ്ത് പഴയ കാലത്തിന്റെ സ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുള്ള മെത്തേഡിലാണ് കൊടുക്കുക. പുതിയ കാലങ്ങളിൽ, അതായത് പഴയ ലിപികളിൽ എഴുതിയ പുസ്തകങ്ങളാകട്ടെ, അല്ലെങ്കിൽ പഴയ തരത്തിൽ നിൽക്കുന്ന പാട്ടുകളാകട്ടെ, നമ്മൾ പുതിയ മ്യൂസിക്കുകളും പുതിയ മ്യൂസിക് ഇൻസ്ട്രുമെന്റുമായിട്ട് ചേർത്തിട്ടോ അല്ലെങ്കിൽ ആ ലിറിക്സിന് കൂടുതൽ സിംപ്ലിഫൈ ചെയ്തിട്ടോ എത്തിക്കുമ്പോഴാണ് അതിന് തലമുറകളോളം അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരിലേക്ക് പുതിയ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ കഴിയുന്നത്. അപ്പം ശരിക്കും എനിക്കറിയാത്ത ഒരുപാട് വാക്കുകളുണ്ട് ചില പാട്ടുകൾ, പക്ഷെ ഞാൻ മനസ്സിലാക്കാറുണ്ട് പാടുന്ന പാട്ടുകളും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വളരെ കൃത്യമായിട്ട് വളരെ അടുത്ത ചില സുഹൃത്തുക്കളുടെ ലിറിക്സുമായിട്ട് യാതൊരു കണക്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്, പക്ഷെ അവരെ ഞാൻ ഒരിക്കലും തള്ളി പറയില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യർ പലതരത്തിലാണ്, അവരുടെ പെർസെപ്ഷൻ പലതരത്തിലാണ്. പക്ഷെ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതും എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സംഘം ചേരലിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന വളരെ സർഗാത്മകമായി നമ്മളെ അനുഭവിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഇതിൻ്റെ 2ാം റൗണ്ട് എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ കുറച്ച് സമയം കൂടിയുള്ളൂ, അതിനിടയിൽ ഓഡിയൻസിന് സമയം കൂടി ബാക്കി വെക്കണം. ഹരിനാരായണൻ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ നീയൊക്കെ എന്ത് പാട്ടാണ് എഴുതുന്നത് എന്ന ഒരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അതേ അബോധം തന്നെയാണ് നമ്മുടെ സാഹിത്യ ചരിത്രത്തിനകത്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്കോഴ്സിനകത്ത് ചലച്ചിത്ര ഗാനങ്ങൾ ഇത്രയും കാലം പെട്ടിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അതും കൂടി പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ചലച്ചിത്ര ഗാന പഠനങ്ങളൊക്കെ നമ്മുടെ സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുബന്ധമായി പഠിക്കാനുള്ള ഇതായി മാറി. അത്തരം ടെക്സ്റ്റുകളൊക്കെ ആ നിലയിൽ അത് പരിഗണനയിലേക്ക് വന്നു കഴിഞ്ഞു. തീർച്ചയായും ഞാൻ വിചാരിക്കുന്നത് സാഹിത്യ
സാഹിത്യത്തിന് ഉള്ള ഒരു അധിക മൂല്യം നമ്മൾ കൽപ്പിക്കുന്നത് കൊണ്ടാണ് ചലച്ചിത്ര ഗാനം എന്തോ ഒരു അതിന് കീഴെ നിൽക്കേണ്ട ഒന്നാണ് എന്ന ഒരു തോന്നലും കൂടി നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് അൻവർ അലി ഒരിക്കൽ എഴുതിയ ONV കുറിച്ച് അല്ലെ പാട്ടുവണ്ടിയിലേറി പോയ ഒരാൾ വളരെ പരിഹാസ്യപൂർവ്വം എഴുതിയ ഒരു സ്ഥലത്തേക്ക് വന്ന് അദ്ദേഹം തന്നെ പിന്നെ പാട്ട് എഴുതി പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെയാണ് ആ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ 2 കവികളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഈ 2 കവികളും ഈ ഒരു ലിറ്റററി മൂല്യം ഇതിനകത്ത് നിന്ന് നഷ്ടപ്പെടുന്നോ എന്നുള്ള ഒരു സംഘർഷം നിങ്ങളെ എഴുത്തിൻ്റെ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനം എഴുതാനിരിക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള ഒരു കവിത്വത്തെ മാറ്റിവെച്ച് ഇടപെടേണ്ടതായി ഫീൽ ചെയ്യുന്ന ഒരിടമായിട്ട് ചലച്ചിത്ര ഗാനത്തെ നിങ്ങളും ഇപ്പോഴും കാണുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. അത് ജോബിൻ പറഞ്ഞതിൻ്റെ അകത്തൊരു പിന്നെ വസ്തുതാവിരുദ്ധമായൊരു കാര്യമുണ്ട്. അതായത് അത് ONVക്ക് എതിരായിട്ട് എഴുതിയ കവിതയോ പാട്ടെഴുത്തിനെതിരായിട്ടുള്ള എഴുതിയ കവിതയൊന്നുമല്ല. അത് നവകേരള ഗാനം എന്ന് പറഞ്ഞിട്ട് അത് ഈ അനുകർത്താക്കളെ കുറിച്ചാണത്. അത് പിന്നെ ONV കുറിച്ച് മാത്രമല്ല, ONVയുടെ അനുകർത്താക്കളെ അയ്യപ്പണിക്കരുടെ അനുകർത്താക്കളെയും കുറിച്ചിട്ടുള്ള, അതായത് ഈ മലയാളത്തിലെ 2 പ്രധാനപ്പെട്ട കാവ്യധാരകൾ പ്രതിനിധാനം ചെയ്യുന്നവരാണ് അക്കാലത്ത്, ഞാനത് എഴുതുന്ന കാലത്ത് അയ്യപ്പ പണിക്കരും ONV കുറുപ്പ് രണ്ടുപേരും ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ആ 2 ധാരകളുടെയും അനുകർത്താക്കളെ കൊണ്ട് ശല്യം സഹിക്കുക വയ്യാതെ എഴുതിയതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരിക്കൽ തന്നെ അൻവർക്ക ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടിരുന്നു ചലച്ചിത്ര ഗാനം എഴുതുന്നത് നല്ലതല്ലെന്ന് വിചാരിച്ചിരുന്നു. അന്നയും റസൂലും വരുന്നത് വരെ ഇതൊരു കവികൾക്ക് പറ്റിയ അല്ലെങ്കിൽ കവികൾ ഉപജീവനമാർഗമാക്കേണ്ട ഒരു കാര്യമല്ല എന്നും കൂടി പറഞ്ഞതിൻ്റെ ഓർമ്മയിൽ വെച്ചാണ് ഞാനത് അത് പറയാൻ ഞാൻ അതല്ല. അപ്പം ഞാൻ പറയുന്നത് ആ പാട്ട് പലരും ഉദ്ധരിക്കാറുള്ളത് അത് തെറ്റാണെന്നാണ്. കാര്യം അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ONV സാറ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അത് എഴുതിയ കാലത്ത് എനിക്കൊരു ചെറിയ ഭയമുണ്ട് സാറ് അതിനെ ഒരു പരിഹാസമായിട്ട് എടുക്കും. കാര്യം അതിനുള്ളൊരു കാരണവും കൂടെ ഉണ്ട്. കാര്യം ഞാൻ പിന്നെ എൻ്റെ അധ്യാപകനും കൂടെയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സാറിൻ്റെ പ്രതിഭ കൊണ്ടുപോയി ഈ ചലച്ചിത്ര വ്യവസായികൾക്ക് കൊണ്ടുപോയി പണയപ്പെടുത്തിയ ആളാണെന്നൊക്കെയുള്ള നിലയ്ക്കൊക്കെ സാറിനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അക്കാലത്ത്. അതിന് നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. അത് ചോദിക്കാനുള്ള പശ്ചാത്തലം അന്ന് ഞാനിതൊരു വലിയ ഇൻഫീരിയറായ ഒരു കാര്യമാണ് സിനിമയും പാട്ടും. കാര്യം എനിക്കൊന്ന് 18 വയസ്സുള്ള ആലോചിക്കണം. 18-19 വയസ്സിലായി ചോദിക്കുന്നത്. അന്ന് ഞാൻ കടുത്ത സ്റ്റാലിനിസ്റ്റായിരുന്നു കുട്ടിക്കൊള്ളുക. കടുത്ത സ്റ്റാലിനിസ്റ്റായിരുന്നു ഞാൻ അക്കാലത്ത്. ഉടനെ തന്നെ ഇന്ത്യയിൽ വിപ്ലവം വരും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. അന്ന് സാഹിത്യത്തെക്കാൾ കൂടുതൽ വായിച്ചിരുന്ന രാഷ്ട്രീയമായിരുന്നു. പ്രത്യേകിച്ചും പിന്നെ ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്നൊക്കെ പറഞ്ഞ എംഗൽസിൻ്റെ പുസ്തകമൊക്കെ വായിക്കുന്ന കാലമാണ്, അത് ആ പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ ഒരുപാട് മാറിപ്പോയി. ഇപ്പോഴും എല്ലാവർക്കും ഏതാണ്ട് ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ അത്തരം കാൽപ്പനികതയിൽ നമ്മൾ രക്ഷപ്പെടാം. സാമാന്യ ബുദ്ധിയുള്ള രക്ഷപ്പെടേണ്ടതുമാണ്. അപ്പോൾ ഈ പിന്നെ അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് ഞാൻ പകുതി തമാശയായിട്ടും പകുതി എന്നെ തന്നെ കളിയാക്കിക്കൊണ്ട്, നമുക്ക് നമ്മളെ തന്നെ കളിയാക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ഓരോ വർഷവും നമ്മൾ പരിണമിക്കുകയല്ലേ. നമ്മുടെ ശരീരം തന്നെ 18 വയസ്സുള്ള ശരീരമല്ല. നമ്മുടെ മൊത്തം ബോഡി ഒരു ട്രാൻസ്സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെയാണ് തലച്ചോറും ഒക്കെ. ഇപ്പം ഞാൻ അന്നയും റസൂലും പാട്ടെഴുതാനായിട്ട് ചെന്നൈയിലൊരു ഹോട്ടലിൽ താമസിക്കുമ്പം ആ ഹോട്ടലിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു സീനിയറായിട്ടൊരു ഫിലിം മേക്കർ അവിടെ വന്ന് അദ്ദേഹമാണ് പറഞ്ഞത്, ഇവിടെ ലിറിസിസ്റ്റുകളുടെ ഒരു സ്ഥലമാണിത്, ലിറിസിസ്റ്റുകളൊക്കെ വന്നാൽ താമസിക്കുന്നത് ഇവിടെയാണ്. ഉണ്ട് ഒരു കാലത്ത് ചെന്നൈയിലായിരുന്നു ഈ വ്യവസായം മുഴുവന്. ONV സാറൊക്കെ വന്നാൽ ഇവിടെയാണ് വന്ന് താമസിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കക്കാൻ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചപ്പോഴത്തേക്ക് എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന രാജീവ് ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിക്കുന്നത് ചോദിച്ചു. അപ്പം ഞാൻ ഈ പണ്ട് സാഹിത്യ ക്യാമ്പിൽ വെച്ച് എൻ്റെ 18-ാം വയസ്സിൽ ONV എടുത്ത് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞു. അതായത് ചോദിച്ചതല്ല, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് കോടമ്പക്കത്തെ മാർവാടികൾക്ക് സ്വന്തം പ്രതിഭ പണയപ്പെടുത്തിയ ആളല്ലേ താങ്കൾ ഇതാണ്. അപ്പം എന്നിട്ട് ഞാൻ അതേ സ്ഥലത്ത് വന്നിരുന്ന പാട്ട് എഴുതുന്നതിൻ്റെ ഒരു വലിയ കാവ്യനീതിയുണ്ട്. ഇതായിരുന്നു. അപ്പോൾ ആ ഒരു സെൽഫ് ക്രിറ്റിസിസം വളരെ മനോഹരമാണ്. നമ്മളെ തന്നെയാണ് ലോകത്തിൽ ഏറ്റവും മോശക്കാരനായിട്ട് കാണേണ്ടത് ഇത്തരം സന്ദർഭങ്ങൾ. അതാണ് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കവിത അങ്ങനെയല്ല കേട്ടോ. കവിതയായിട്ട് അതിൻ്റെ ബന്ധമില്ല. പിന്നെ വിഷയം മാറിപ്പോയി. വേറെ എന്താണ് ചോദിച്ചെന്തായിരുന്നു?
ഞാൻ ചോദിച്ചത്, അതായത് ഇതിനകത്ത് സാഹിത്യ മൂല്യം, അതായത് ചലച്ചിത്ര ഗാനം എഴുതുമ്പോൾ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന ഒരു സംഘർഷം അല്ല, നമ്മളിപ്പോൾ മനസ്സിലാക്കണം, ഞാൻ ചലച്ചിത്ര ഗാനം എന്ന് പറയുന്നത് മാത്രമായിട്ടല്ല ഇതിനെ കാണുന്നത്. പോപ്പ് മ്യൂസിക് എന്ന് നമ്മൾ പാശ്ചാത്യർ പറയുന്നതും റോക്ക് മ്യൂസിക് എന്നൊക്കെ പിന്നീട് ഒരുപാട് ഈ ജനപ്രിയ സംഗീതം എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ കേരളത്തിൽ ഇപ്പം വന്നിട്ടുള്ള വലിയ ഞാൻ ചുരുക്കി പറയാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോകത്ത് തന്നെ ഈ ലിറിക് റൈറ്റിംഗ് ഒരു അന്തർദേശീയമായിട്ടുള്ള ഒരു പൊയറ്റിക് ജോണറായിട്ട് അംഗീകരിക്കപ്പെട്ട കാലഘട്ടമാണിത്. ബോബ് ഡിലന് നൊബൽ പ്രൈസ് കൊടുത്ത ഒരു കാലഘട്ടമാണ്. ബോബ് ഡിലന് നൊബൽ പ്രൈസ് കിട്ടുന്നതിനെ കുറിച്ച് കവികൾ പലരും കേരളത്തിൽ തന്നെ, ഞാൻ തന്നെ നമ്മുടെ കവി സുഹൃത്തുക്കളോട് ഒരുപാട് യുദ്ധങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു. ഇത് കവിതയായിട്ട് പരിഗണിച്ച് കൊടുത്തു എന്നുള്ളതാണ് പലരുടെയും പരാതി. അതിൽ സാങ്കേതികമായ ഒരു പ്രശ്നം കാണാം. കാര്യം കവിതയും പിന്നെ പാട്ടും രണ്ട് ജോണറായിട്ടാണ് നമ്മൾ ഇന്നേ വരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഉത്തരാധുനിക കാലത്ത് ഇത് തമ്മിലൊരു ഓസ്മോസിസ് ഉണ്ടെന്നും ആ ഓസ്മോസിസിൻ്റെ അടിസ്ഥാനത്തിൽ ലിറിക്കിനെ കവിതയോളം എത്തിയ ലിറിക് എന്നുള്ള നിലയ്ക്ക് കൊടുത്തെന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്തായാലും ആ വിവാദം അവിടെ ഇരിക്കട്ടെ. ആ വിവാദത്തിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാതെ തന്നെ നമുക്ക് പറയാം, പാട്ടെഴുത്ത് എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു ഫോം ഓഫ് ആർട്ടാണെന്നുള്ളത് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യ അധികാര സ്ഥാപനം അംഗീകരിച്ചെന്നുള്ളതാണ് ലോകത്തിൽ ഇന്ന് അറിയപ്പെടും. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതൊരു ബോബ് ഡിലൻ അല്ല, ബോബ് ഡിലനോട് ഒരു പക്ഷേ അന്ന് ഏതൊരു ചെറുപ്പക്കാരൻ നല്ലപോലെ ഇത് ഫോളോ ചെയ്യുന്ന ചെറുപ്പക്കാരൻ എഴുതിയൊരു മനോഹരമായ ലേഖനം ഉണ്ടായിരുന്നു, ഇന്ത്യക്കാരനാണ് എഴുതിയത്. അതായത് ബോബ് ഡിലിന് മുമ്പ് ഇത് കൊടുക്കേണ്ടത് ലിയനാർഡ് കോഹനാണെന്ന് പറഞ്ഞ ലേഖനമുണ്ട്. കാര്യം അത് ഞാൻ മനസ്സിൽ ആലോചിച്ച കാര്യമാണ്. കാര്യം നമ്മൾ പാട്ടിൻ്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ലിറിക്കൽ ക്വാളിറ്റിയിൽ ഒരുപക്ഷെ ഡിലൻ വളരെ പൊളിറ്റിക്കലി ലൗഡറായിട്ട് ലോകപ്രശസ്തമായ ടാമ്പറിൻ മാൻ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പൊയറ്റിക് ക്വാളിറ്റി വളരെ കൂടുതലുള്ള, എത്രയോ മടങ്ങ് കൂടുതലുള്ള കവിയായിരുന്നു ലിയനാർഡ് കോഹൻ. ലിയനാർഡ് കോഹൻ ഒരേ സമയം കനേഡിയൻ ലിറ്ററേച്ചറിലെ കനേഡിയൻ പോയട്രിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവികൾ, ആദ്യത്തെ 10 കവികളിൽ ഒരാളും കൂടെയാണ്. അതായത് ഭാസ്കർ മാഷിൻ്റെ ONV ഒക്കെ നിലവിൽ നമ്മൾ ആലോചിച്ചാൽ മതി. കവിതയിലും പാട്ടിലും ഒരേ സമയം പ്രവർത്തിച്ചിരുന്ന ആളാണ്. മാത്രമല്ല കോഹൻ്റെ ആണറിക്കുമല്ല ഞാൻ പറഞ്ഞത്, കോഹൻ്റെ പാട്ടുകൾ തന്നെ അപാരമായ പൊയറ്റിക് ഫോം, ലിറിക് പാട്ടെഴുത്തുകാർക്ക് ലോകത്തിൽ, നമുക്ക് മലയാളത്തിൽ ഭാസ്കർ മാഷ് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷാണല്ലോ പലരും ചെറുപ്പക്കാരൊക്കെ പഠിക്കാറുണ്ട്, മാതൃകയാക്കാവുന്ന ലിറിക് റൈറ്ററാണ് കോഹൻ. അപ്പോൾ അതുകൊണ്ട് ആ ജോണറിൻ്റെ സാഹിത്യ ഗുണത്തെക്കുറിച്ചുള്ള നല്ല അവബോധം നമുക്ക് ആവശ്യമാണ്. ഒരു പക്ഷേ ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ വികാസത്തിന് ശേഷം കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് സിനിമ എടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ വേഗത്തിൽ ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡിൻ്റെ അകത്ത് പാട്ടിന് പഴയ പ്രാധാന്യം ഇല്ലാതെ വരുന്നുണ്ട്. അത് പാട്ടൊന്ന് ലിറിക്കിന് മാത്രമല്ല, ഈ മൊത്തം മ്യൂസിക്കൽ ഒരു തരം വലിയ സൗണ്ട്, ഒരു സൗണ്ട് പെർഫോമൻസ് മാത്രമായിട്ട് മ്യൂസിക്കിനെ കാണുകയും അതിൻ്റെ ഒരു കമ്പോണൻ്റ് മാത്രമായിട്ട് സോങ്സ് മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പ്രാധാന്യം അല്പം കുറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ അത് ഗുണം ചെയ്തിട്ടുണ്ട്. കാര്യം നല്ല പാട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആൽബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്ന 3 പേരും വളരെ ആ കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയുടെ കീഴിൽ മാത്രം നിൽക്കാത്ത സംഗീതം എന്നുള്ളൊരു വലിയ സങ്കല്പം തന്നെയുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെറുപ്പക്കാരുടെ ഒരു പ്രോഗ്രാമായിട്ട് പറയണം. ചെറുപ്പക്കാർ കൂടുതൽ ഇനിഷ്യേറ്റീവ് അതിലെടുക്കണം. സിനിമാ പാട്ട് കേൾക്കുന്ന പോലെ അതിനേക്കാൾ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കേൾക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിൻ്റെ കൂടെ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും അതിൻ്റെ റിലീസുകൾ, അതിൻ്റെ ഇപ്പോൾ ബാൻഡുകൾക്ക് വന്നുള്ള പ്രാധാന്യം, ബാൻഡുകളുടെ ഒരു കൾച്ചർ കൂടുതൽ വെസ്റ്റേൺ ആവുന്നു എന്നൊക്കെ ഉള്ള ഡിബേറ്റ് അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഉണ്ടായി. ആ ഡിബേറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഈ ബാൻഡുകളിൽ നിന്നും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ആൽബംസ്, റിലീസ് ഓഫ് ആൽബംസ് എന്ന് പറയുന്ന വെസ്റ്റിലൊക്കെ ഉള്ള അമേരിക്കൻ സിസ്റ്റം പോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടായി വന്നാൽ ഈ പഴയ പോലെ ആൽബം ഫോമിൽ വേണ്ട, ഇൻ്റർനെറ്റിൽ മതി, ഇൻ്റർനെറ്റ് തന്നെ വന്നാലും മതി. അങ്ങനെ യൂട്യൂബിൽ സിനിമാ പാട്ടിന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ഹിറ്റ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഇപ്പോൾ എൻജാമി എന്നുള്ള തമിഴ് പാട്ടിന് കിട്ടിയിട്ടുണ്ട്. മലയാളത്തിലാണ് ഇത്, മലയാളം എപ്പോഴും പറകിലാണ്, മലയാളത്തിൻ്റെ ക്രമേണ കിട്ടുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ഈ സിനിമയിലേക്കാൾ കൂടുതൽ ഇതിൽ താല്പര്യം എടുക്കാനും, അത് നമ്മുടെ സംഗീത ശാഖയെ, പോപ്പുലർ സംഗീത, സുഗമ സംഗീത ശാഖയെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ പുതിയ കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആയിരിക്കണമെന്നും, അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സാഹിത്യ ഗുണവും ഇതിൻ്റെ രാഗഗുണവും പിന്നെ ശബ്ദഗുണവും ഇതെല്ലാം തന്നെ കൂടുതൽ നല്ല നിലവാരത്തിൽ എത്തുന്നു തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിൽ 2 കാര്യം വളരെ പെട്ടെന്ന് തന്നെ പറയാൻ തോന്നിയ ഒരു കാര്യം, എനിക്ക് ഈ പാട്ട്, നമ്മുടെ ഇവിടെയൊക്കെ പാട്ടുകൾ ആദ്യകാലത്ത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പാട്ടുകൾ എഴുതിയതൊക്കെ കവികളാണ്. ശങ്കരക്കുറുപ്പ് ഇവിടെ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഭാസ്കരൻ മാഷും വയലാറും ONVയും ഒക്കെ എഴുതി, ഇവരൊക്കെ കവികളാണ്. ഒരുപക്ഷെ ഈ കവിതയും പാട്ടും തമ്മിലുള്ള ഒരു ചാർച്ച
അങ്ങനെ വന്നത് കൂടിയാണെന്ന് തോന്നുന്നു. ശരിക്കും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് പാട്ടിൽ നമ്മുടെ അവിടെയൊക്കെ വന്നത് ഒരു പരിധിവരെ ഒരു കാലഘട്ടത്തിൽ കവിതയുള്ള പാട്ടുകളാണ്. ഈ കവിത ഇല്ലാതെ ഒരു റിഥം സംഗീതത്തിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ അതേസമയം തമിഴിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കവിത്വമുള്ള പാട്ടുകൾ വരികയും അതോടൊപ്പം വളരെ റിഥമിക്കായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട്, അപ്പം ഈ പാട്ട് എന്ന് പറയുന്നതിൽ ഇപ്പൊ കവിതയുള്ള പാട്ടുകൾ ഉണ്ടാവും, നല്ലതാണ്. കവിത ഇല്ലാത്തൊരു പാട്ടും ആവാൻ തോന്നുന്നു. പക്ഷെ നമ്മൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇക്വേറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഒരു കാലത്ത് ഒരു വലിയൊരു തറവാട്ടിൽ നിന്ന് ഭാഗം വെച്ച് പിരിഞ്ഞതാണ് കവിതയും പാട്ടുമൊക്കെ എന്ന് തോന്നുന്നു. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ഇത് ഇതിൻ്റെ വഴിക്ക് പോട്ടെ. രണ്ടിൻ്റെയും ആസ്വാദനം ഒന്നാവാം. പിന്നെ തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് പാട്ടെഴുത്തുകാരൻ പറയേണ്ടതല്ല, എന്നാൽ പോലും ഈ പാട്ടിൽ പലപ്പോഴും അതിലുപയോഗിക്കുന്ന സംഗീതം കൂടി, ഇപ്പൊ നമ്മളൊരു കവിത എഴുതുമ്പോൾ അതിൻ്റെ ഒരു കമ്പോണന്റ്, എൻ്റെ അർത്ഥതലമല്ല പറയുന്നത്, ഒരു വാക്കും അതിലെ നിശബ്ദതയായിരിക്കും. പക്ഷെ ഒരു പാട്ടിൽ അതിൻ്റെ സംഗീതം കൂടി ഒരു ഭാഷയാണ് എന്ന് തോന്നുന്നുണ്ട്. സംഗീതം കൂടി അതിൻ്റെ ഭാഷയാണ്. ഇപ്പം മോഹനം, അത് മോഹനമല്ലേ പാട്ട് എന്ന് ചോദിച്ചിട്ട് ഇപ്പം പലരും പാടുന്നേക്കാം. ഈ മോഹനം എന്ന് പറയുന്നത് ഇപ്പോൾ ദേവരാജ മാഷ് തന്നെ മോഹനത്തിൽ ഓരോ പാട്ടും ചെയ്തത് ഓരോ തരത്തിലാണ്. വേറൊരു സംഗീത സമയം ദക്ഷിണാമൂർത്തി സ്വാമി അതിനെ എടുക്കുമ്പോൾ വേറെ രീതിയിലാണ് മോഹനം. അത് അവരുടെ ഒരു കയ്യൊപ്പ് അതിലുണ്ട്. അത് ഈ ഭാഷ ഉണ്ട്. ആ ഭാഷ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിൽ സംഗീതത്തിൻ്റെ ഭാഷയിൽ ഈ കവിത എഴുതുന്ന മലയാളം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ല, ലിറിക് റൈറ്റർ എഴുതുന്നത് മാത്രമല്ല, സംഗീത സംവിധായകൻ കൂടി എഴുതുന്നതും പാട്ടിൻ്റെ ഒരു ഭാഷയിലുള്ളതാണെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ കവർ സോങ്സ് ഖബർ സോങ്സ് ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ പറ്റി അൻവർക്ക് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഞങ്ങളൊക്കെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ആളുകളിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുന്നതാണ്. അപ്പം അത് പ്രോത്സാഹിപ്പിക്കപ്പെടുക തന്നെ വേണം എന്ന് തോന്നുന്നു. ശരിക്കും അൻവർക്ക് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ കവിതയും പാട്ടും തമ്മിലുള്ള ദൂരം നമ്മൾ വീണ്ടും അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർ ഡിപ്പെൻസ്. എനിക്ക് കാരണം പണ്ട് പല ഇൻഡിപെൻഡന്റ് മ്യൂസിക് കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഇവിടുത്തെ, ഇപ്പം മലയാളം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ലോകത്തിൽ തന്നെ നമ്മളുണ്ടായിട്ടുള്ള ബ്ലാക്ക് മ്യൂസിക് അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ ജാസ് ബ്ലൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് പല തരത്തിലുള്ള സോഷ്യൽ സാഹചര്യങ്ങളിൽ നിന്നാണ്. ബോബ് മാർലിയുടെ പാട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ബഫല്ലോ സോൾജേഴ്സും എല്ലാം വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും ഒക്കെ അതിനായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം ഫയസ് അഹമ്മദ് ഫയസ് എഴുതിയ ഹം ദേഖേംഗെ ലാസിം ഹൈ കി ഹം ഭീ ദേഖേംഗെ ഹം ദേഖേംഗെ, ഇക്ബാൽ മനോ എന്ന് പറഞ്ഞ സിംഗർ, അവര് പാകിസ്ഥാനിൽ ഈ പാട്ട് പാടുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. വളരെ കൃത്യമായിട്ട് അവിടെ ആ ഭരണാധികാരി ജയിലിലായ സമയത്ത് അവർ ആ പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ പല സമയത്ത് ഈ പാട്ടുകൾ പാടിയപ്പോഴൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ എഴുത്ത് അല്ലെങ്കിൽ ഹരിയേട്ടൻ നേരത്തെ പറഞ്ഞ പോലത്തെ മ്യൂസിക് ലാംഗ്വേജ് ആവുന്നതിനോടൊപ്പം തന്നെ എഴുത്തും അതിൻ്റെ ഒരു ലാംഗ്വേജ് ആണ്. അത് കവിതയെന്നോ അല്ലെങ്കിൽ പാട്ടെന്നോ ഉള്ളതിൻ്റെ ഒരു ആ ദൂരം എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല പേഴ്സണലി. അത് ഈ നമ്മൾ പലതരത്തിൽ അതിനെ അവതരിപ്പിക്കുന്നു. ഇപ്പം അൻവർക്ക് എഴുതിയൊരു കവിത വളരെ നല്ല രീതിയിൽ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ സദസ്സുകളിൽ അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു സ്ഥലത്താണ് അതിൻ്റെ ഒരു എന്താ പറയാ, അതിനൊരു പൂർണ്ണത വരുന്നതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് ഒരു പാട്ടായാലും അത് കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് അവതരിപ്പിക്കുമ്പോൾ അത് എവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുന്നു, അത് എങ്ങനെയാണ് ഒരു മനുഷ്യരിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കിങ്ങനെ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ആ തലത്തിലെത്തുന്ന സ്ഥലത്ത് ഇതെല്ലാം ഇതിൻ്റെ പലതരം ഭാഷകളായിട്ട് തന്നെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. ഞാൻ ഹരിയേട്ടൻ എഴുതിയ സിതാര ചിട്ടപ്പെടുത്തി പാടിയ അന്തിവിണ്ണിൽ അമ്പിൽക്കട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ ഭയങ്കര ലിറിക്കലി ഭയങ്കര കണക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റും കൂടെയാണത്. അപ്പം ആ പാട്ടിൻ്റെ കുറച്ച് വരിക. അന്തിവിണ്ണിൽ അമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി, നമ്മൾ നട്ട വെള്ളരിക്കിന വിരിഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് താരമായടി, അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്കു തൊട്ട് പാട് പൈങ്കിളി.
നിന്റെ കണ്ണിൽ എന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നു പോലെ തുള്ളി വീണടി. നിന്റെ കണ്ണിൽ എന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നു പോലെ തുള്ളി വീണടി. കണ്ണുനീർ തുടച്ചിതാരൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി. കണ്ണുനീർ തുടച്ചിതാരൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി. നല്ലതൊന്നും എന്റെ കൺമണി അങ്ങനങ്ങു മണ്ണിൽ നിന്നു മായുകില്ലടി. നല്ലതൊന്നും എന്റെ കൺമണി അങ്ങനങ്ങു മണ്ണിൽ നിന്നു മായുകില്ലടി. അന്തിവിണ്ണിലമ്പിളിക്കല്ല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാടു പൈങ്കിളി. നെഞ്ചകത്ത് വേനലാളിടാം കനത്ത കാറ്റിൽ മൺചുമർക്കുലുങ്ങി വീണിടാം. നെഞ്ചകത്തു വേനലാളിടാം കനത്ത കാറ്റിൽ മൺചുമർക്കുലുങ്ങി വീണിടാം. പിന്നിടും പനിക്കിടക്കയിൽ കഴിഞ്ഞ കാലം പിന്നെയും തിരിച്ചു വന്നിടാം. എങ്കിലും തുഴഞ്ഞു പോയിടാൻ നമുക്കു കൂടെ അൻപു നെയ്ത തോണിയുണ്ടടി. എങ്കിലും തുഴഞ്ഞു പോയിടാൻ നമുക്കു കൂടെ അൻപു നെയ്ത തോണിയുണ്ടടി. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി. നമ്മൾ നട്ട വെള്ളരിക്കിന വിരിഞ്ഞുവാനിൽ ചെഞ്ചുകപ്പ് താരമായടി. അന്തിവിണ്ണിലമ്പിളിക്കല തിളങ്ങണുണ്ട് ചങ്ക് തൊട്ട് പാട് പൈങ്കിളി. ചങ്ക് തൊട്ട് പാട് പൈങ്കിളി. നിങ്ങൾ ഹരിയേട്ടൻ്റെ കൂടെ ഇരുന്ന പാട്ട് പാടാൻ പറ്റില്ല. ഇതിന് ഹാപ്പി ആയിട്ടോ. താങ്ക് യു. അത് ഞാൻ പാട്ടുകാരനല്ല, ഇവർ രണ്ടുപേരും നന്നായി പാടുന്നവരാണ്. ഞാൻ പാട്ടുകാരനല്ല. ഞാനൊരു കവിത ചൊല്ലാം, ചെറിയൊരെണ്ണം. അത് നന്നായി പാടും. നമുക്ക് ഞാൻ ചെറിയൊരു കൊച്ചൊരു കവിത ചൊല്ലാം. അട്ടിറച്ചിയും മട്ടിറച്ചിയും കണ്ടുമുട്ടി പണ്ട് ചോരയോടെ പെറ്റ് വീണ സ്ലോട്ടർ ഹൗസിൽ വച്ച്. അട്ടിറച്ചിയും മട്ടിറച്ചിയും കണ്ടുമുട്ടി പണ്ട് ചോരയോടെ പെറ്റ് വീണ സ്ലോട്ടർ ഹൗസിൽ വച്ച്. ഭൂതകാലം അവരെ നോക്കി ഭൂ എന്നോരാട്ട്. രണ്ടുപേരും എളിമയോടെ ട്രാക്ക് റസൂൽ പൂക്കൂട്ടിക്ക് സിനിമകളിൽ സിംഗ്. ആടും മാടും വേറെ വേറെ വീടുകളിൽ ഫ്രൈ. ട്രാക്ക് റസൂൽ പൂക്കുട്ടിക്ക് സിനിമകളിൽ സിംഗ്. ആടും മാടും വേറെ വേറെ വീടുകളിൽ ഫ്രൈ. കൈമൊരിഞ്ഞോ കാൽമൊരിഞ്ഞോ കണ്ണുകഴച്ചെന്നും കാഞ്ഞു നിന്നു ശബ്ദമില്ല സിനിമ പോൽ ഒരമ്മ.